ഈ സ്റ്റൈല് കുങ്കുമൊക്കെ തൊട്ട് പോയിട്ടും ആരും അത് കാര്യമാക്കിയില്ല. അതുകൊണ്ട് നമുക്ക് ആരും പൈസ തന്നിട്ടും ഇല്ല. ഈ ഐഡിയ മൊത്തം ശ്രേയസിന്റെയാ. സിഹി, നീ വെറുതെ എന്നെ കളിയാക്കണ്ട. ഈ ഏരിയയിലുള്ളവരെല്ലാം പിശുക്കന്മാരാ, 1 രൂപ പോലും തരില്ല. അതെന്താ? എന്റെ അമ്മ 10 രൂപ തന്നല്ലോ, പക്ഷെ സിഹിയുടെ അമ്മ 1 രൂപ പോലും തന്നില്ല. സിഹി, നിന്റെ അമ്മ ഹെലികോപ്റ്ററിൽ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് കൊണ്ടുപോയില്ലല്ലോ. അതെല്ലാം വെറുതെയാ. അതൊന്നും തള്ളല്ല, ഞാൻ എന്തായാലും പോകും. ശരി സിഹി, ദേഷ്യം പിടിക്കണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചെറിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് പൈസ തരാത്തേന്ന്. എനിക്ക് ആരോടാ ഹെൽപ്പ് ചോദിക്കണ്ടേന്ന് അറിയാം. ഞാൻ അവനോട് തന്നെ ചോദിച്ചോളാം. അവനെ എന്റെ ഫ്രണ്ടാ. അവനെ എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞത്. ഓ സോൾജേഴ്സ്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വയറൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ വിശപ്പേ വയറ്റിലേക്ക് ഓട്ടോ പിടിച്ചു വരും. എന്താ മുത്തശ്ശ, വയറ്റിൽ ഓട്ടോ വരുന്നോ? ഓട്ടോയിലൊന്നല്ല, സിഹി ഹെലികോപ്റ്ററിൽ പോകുന്നാ പറഞ്ഞേ. അയ്യോ, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളോട് മലയാളത്തിലൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. എല്ലാവരും വെള്ളം കുടിച്ചിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. എന്നിട്ട് നന്നായി പിരിവെടുത്ത് വലിയൊരു ഗണപതി ഉണ്ടാക്കാൻ നോക്കുക. സിഹി, നിന്റെ ഫ്രണ്ട് ഒരു ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, എന്ത് ഹെൽപ്പാ ചെയ്യാ? ഞാൻ ചോദിച്ചാ പൈസയും തരും. എത്ര? എത്ര വേണമെങ്കിലും. 100 രൂപ? യെസ്. 200? യെസ്. 500? യെസ്. തരുമല്ലോ. ചോദിക്ക്. ഇപ്പൊ തന്നെ വിളിക്കാം. മുത്തശ്ശന്റെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കാം. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കയറി പൈസ വേണോന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും ഏട്ടാ? നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് സീത ഞാൻ. ഇന്നത്തെ ദിവസം തന്നെ വന്ന് പൈസ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ അത്ര പൈസ ഇല്ലേട്ടാ. അങ്ങനെ പറയല്ലേ, ഞാൻ എന്തായാലും ആ കാശ് നിനക്ക് തിരിച്ചു തരും. ഞാനിപ്പോ പഴയ സതീശനല്ല. ചേട്ടാ, എന്റെ ഈ സത്യമായിട്ടും പൈസ ഇല്ല. ബാങ്ക് വഴി ഡയറക്റ്റ് അല്ലേ ശമ്പളം വരുന്നത്, അതങ്ങനെ ചോദിക്കുമ്പോഴൊന്നും കിട്ടില്ല. നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ല അല്ലേ? മനസ്സിലായി മോളെ. വീട്ടിൽ എന്റെ ഭാര്യ ഭർത്താവാണെന്നുള്ള കാര്യം പോട്ടെ, ഒരു മനുഷ്യനെന്ന വില പോലും തരുന്നില്ല. ഇവിടെ ചേട്ടനെ പെങ്ങളും മനസ്സിലാക്കുമെന്ന് കരുതി വന്നിട്ട് ഞാൻ നിന്നോട് അധികമൊന്നും ചോദിച്ചില്ലല്ലോ. വെറും ഒരു 2000 രൂപ അല്ലേ? ഇല്ലാന്ന് മാത്രം പറയല്ലേ സീതേ. ഏട്ടാ, 2000 ഒന്നും എന്റെ കയ്യിലില്ല. എത്ര കാണും? ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കയ്യിൽ ആകെ ഇതേ ഉള്ളൂ. ഇന്നത്തെ ആവശ്യത്തിന് പോലും ഇത് തികയില്ല. അയ്യോ, എനിക്കിത് മുഴുവനും വേണ്ട. ഇതിന്ന് 200 രൂപ നീ തന്നെ വെച്ചോ. എനിക്കൊരു 500 രൂപ മതി. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. താങ്ക് യു സീത. ഞാൻ എന്നാ വരട്ടെ. ആ 100 രൂപയിൽ ഞാനും ഉണ്ട് സിഹിമോളെ. പ്രകാശ് ചേട്ടാ. ആ നമസ്കാരം. വരൂ സാറേ. നമസ്കാരം. നമ്മുടെ ഗണേശ് റെഡിയായോ? ഫിനിഷിംഗ് വർക്കില്ല സാറേ. ഇതുവരെ റെഡി ആയില്ലേ? ഇല്ല സാറേ, ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് കരുതിയതാ. അപ്പോഴേക്കും നിങ്ങൾ എത്തിയല്ലോ സാറേ. ഇനി എത്ര സമയം എടുക്കും? സാറേ, കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് അത്ര അർജന്റ് ആണെങ്കിൽ ഞങ്ങളുടെ ഈ വേറെയും ഗണപതികളുണ്ട്, അത് നോക്കിയാലോ സാറേ. അല്ല, വേറെ ഗണേശൻ എന്തിനാ? ഓർഡർ ചെയ്തത് ഇതല്ലേ. ഞങ്ങൾ പറയുന്ന സമയത്തിൽ ചെയ്തു തരണ്ടേ പ്രകാശ് ചേട്ടാ? സോറി സാറേ, ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇത് ഞാൻ നേരിട്ട് വീട്ടിലെത്തിക്കാമെന്ന് കരുതിയതാ. പക്ഷെ നിങ്ങളിപ്പോ നേരിട്ട് തന്നെ വന്നല്ലോ. അപ്പോ എന്റെ തെറ്റാ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. വെറുതെ തമാശ പറഞ്ഞ.
സമയം എടുത്ത് നന്നായിട്ട് ചെയ്തോ. ശരി, അപ്പൊ നാളേക്ക് തരാം. ശരി സാറേ. ഹായ് ഫ്രണ്ട്, ഞാനിവിടെ ആകെ ബോറടിച്ചിരിക്കുക. കറക്റ്റ് സമയത്താണ് നീ വിളിച്ചത്. അങ്ങനെ ചോദിക്കാതെ പറയാതെ വീഡിയോ കോൾ ചെയ്താ സീതമ്മ വഴക്ക് പറയും. യു ആർ സൂപ്പർ ഫ്രണ്ട്. ഓക്കെ, നീ എന്താ ചെയ്യുന്നേ? ഞാൻ ഗണേശ. ഫ്രണ്ട്, നിന്റെ പുറകെ കുറെ ഗണേശ ഉണ്ടല്ലോ. ഒരു മിനിറ്റ് നിക്കേ. കണ്ടോ, പല കളേഴ്സ് ഇവിടെ ഉണ്ട്. വാവ്, ഞങ്ങൾക്ക് ഒന്ന് നല്ല പിരിവ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളും വലിയ ഗണേശനെ വാങ്ങിയാനെ. കളക്ഷനോ? അതെന്തിനാ? ഓ, അതിനാ ഞാൻ ഫോൺ ചെയ്തത്. നിനക്ക് കൃഷ്ണ ജയന്തി ഇഷ്ടല്ലേ? അതുപോലെ നിനക്ക് ഗണേശ ജയന്തി ഇഷ്ടല്ലേ? ആ, രണ്ടും ഇഷ്ടമാ. അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളുടെ ഗണേശ കളക്ഷന് പൈസ തരുവോ? ഓ, അപ്പോ നീയും ഗണപതി വാങ്ങാൻ പോവാ? ആ, കോമ്പറ്റീഷൻ ഉണ്ട്. ആരാണോ നല്ല ഗണേശനെ കൊണ്ടുവരുന്നത് അവർക്കാണ് പ്രൈസ്. പക്ഷെ ഞങ്ങളുടെ കയ്യില് പൈസ കുറവാ ആണോ? ഫ്രണ്ട്. എത്ര കുറവുള്ളത്? എവന്റെ ബാറ്ററി ഡൗൺ ആയ സിഹീർ അടുത്ത് നിന്ന് ഒരൊറ്റ ഫോൺ കോൾ മതിയാവും തോന്നുന്നു. ചേട്ടൻ ഫുൾ ചാർജിലേക്ക് മാറും. ഓഹോ, എന്താ സീമോളെ, നീയും ഗണേശോത്സവം ആഘോഷിക്കുകയാണോ? കൊറേ കിട്ടിയിട്ടുണ്ടല്ലോ. മാമാ, ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കുക. അതിനെന്താ, സംസാരിച്ചു. എത്ര കളക്ഷൻ കിട്ടിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓഹോ, നല്ല പിരിവാണല്ലോ. ഗുഡ് ഗുഡ് ഗുഡ്. നോക്ക്, കുട്ടികൾ ഇങ്ങനെ പണം കൊണ്ട് നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനേ ഈ പൈസ മൊത്തം എന്റെ പോക്കറ്റില് സേഫായിട്ട് സൂക്ഷിച്ചോളാം. നീ 1ാം ക്ലാസ്സിലെത്തില്ലേ, അന്ന് ഞാനിത് നിനക്ക് തിരിച്ചു തന്നോളാം. പാത്രം മോള് തന്നെ വെച്ചോട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ. മാമാ, എന്റെ പൈസ. മാമാ, എന്റെ പൈസ. സീമോളെ, എന്ത് പറ്റി? ഫ്രണ്ട്, മാമൻ എന്റെ പൈസ എടുത്തോണ്ട് പോയി. എടാ, സിഹിയുടെ പൈസ എടുത്തോണ്ട് പോയിന്ന്. വാ, നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. എടാ, അങ്ങോട്ട് ഞാൻ എന്തിനാ? സീത കാണില്ല അവിടെ. ശരിയെങ്കിൽ ഇവിടെ ഞാൻ പോയിട്ട് വരാം. അങ്ങോട്ട് വരില്ല എന്നാ പറഞ്ഞേ. ഡ്രോപ്പ് ചെയ്യില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? എങ്കിൽ വാടാ. എടാ, ഇത് ഗണേശനെ കൊണ്ടുപോകണ്ടേ? ഗണപതി റെഡി ആയില്ലല്ലോ, നീ ഒന്ന് വാ. ശരി, നടക്ക്. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? ഇന്നെല്ലാരും ചീത്ത പറയും. എല്ലാം നീ കാരണ. ആദ്യം കരയാതെ എന്താ പറ്റിയതെന്ന് പറ. മാമൻ എന്റെ പൈസ കൊണ്ടുപോയി. നീ എന്തിനാ മാമനെ വിളിച്ചേ? ഞാൻ എപ്പോഴാ വിളിച്ചത്? ഞങ്ങള് കളക്ട് ചെയ്ത പൈസ അയാൾ എടുത്തോണ്ട് പോയി. എനിക്ക് ഹെലികോപ്റ്ററും ഇല്ല, ഗണേശനും ഇല്ല. നീയും എനിക്കൊന്നും തരില്ല. എന്തിനാ അലറുന്നത്? പതുക്കെ സംസാരിക്ക്. നീ ഒന്നും പറയണ്ട. ഞങ്ങള് ഗണേശ മത്സരത്തിന് തോറ്റുപോയി, കേട്ടോ? ഒരു മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. മാമൻ നിന്റെ പൈസ മാത്രമല്ല എന്റെ പൈസ എടുത്തോണ്ട് പോയി. എന്നിട്ട് ഞാനിരുന്ന് കരയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിന്റെ കയ്യില് പൈസ ഉണ്ടായിരുന്നോ? എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തരാതെ എന്തിനാ മാമന് കൊടുത്തേ? നീ എന്നെ ചീറ്റ് ചെയ്യാ, ദൈവം എന്നെ ചീറ്റ് ചെയ്യാ, എല്ലാരും എന്നെ ചീറ്റ് ചെയ്തോണ്ടിരിക്കുക.
സർ ആര്? മാഡം ബോസിന്റെ സൈൻ വേണമായിരുന്നു, മാനേജർ വിട്ടതാ. ശ്വേത, ആരെവിടെ? ശ്വേത, ആരാ അത്? ആര് വന്നാൽ അകത്തേക്ക് വിടുവാണോ? എന്താ വേണ്ടത്? മാഡം അർജന്റായിട്ട് ബോസിന്റെ സൈൻ വേണമായിരുന്നു, മാഡം ഓഫീസിൽ നിന്ന് വിട്ടതാ. ഓ, ഓഫീസിൽ നിന്നാണോ? അവിടെ ഇരുന്നോളൂ, ആ ഫയൽ വാങ്ങിക്കൂ. അയാൾക്ക് കുടിക്കാൻ കൊടുക്ക്. ഞാൻ എൻ്റെ വാൽമീകത്തിൽ കുറച്ചു നേരം ധ്യാനിച്ചിരുന്നത് വെറും ഒരു മൗനമായി മാറാനായിരുന്നില്ല. മൗനത്തെ ശബ്ദമാക്കുവാൻ, ഈ അചഞ്ചല ധ്യാനത്തെ ശക്തിയായി ചലനമായി ഉണർത്തുവാൻ. ഇന്നത്തെ ദിവസവും ജോലി നിങ്ങളെ തേടി വന്നിട്ടുണ്ടല്ലോ അച്ഛാ. എന്താ മോളെ അത്? ഏതോ ഒരു ഫയൽ വന്നിട്ടുണ്ട്. ഓഫീസ് റെസ്പോൺസിബിലിറ്റി അച്ഛൻ റാമിനെ ഏൽപ്പിച്ച ശേഷം ഫയൽ എന്റെ കയ്യിൽ വന്നു ചേർന്നാ പോലും ഞാൻ അതൊരിക്കലും തൊട്ടു നോക്കാറേയില്ല. അത് ഞാൻ നോക്കിക്കോളാം. ബോർഡ് മെമ്പേഴ്സ് റെക്കമെൻഡേഷൻ ലെറ്റർ. ഇതെന്താ മോളെ ഇത്ര വലിയ എമൗണ്ട്? എന്താ മോളെ പ്രൊജക്ട് പ്രപ്പോസല്? വിശ്വനറിയാതിരിക്കില്ലല്ലോ. എനിക്കറിയില്ല അച്ഛാ, ഒരു മിനിറ്റ്, ഞാൻ വിളിച്ചോണ്ട് വരാം. ഏയ് വേണ്ട, ഇത്ര വലുതായിട്ട് അവൻ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ അറിഞ്ഞിട്ടുണ്ടാവും. അതെ അച്ഛാ, മുമ്പ് വിശ്വ ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ശർമ്മ എന്നൊരാള് ഞാൻ ഓഫീസ് നോക്കിയിരുന്ന സമയത്ത് നമ്മുടെ കമ്പനിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇപ്പൊ അവര് ഒരു ഇൻവെസ്റ്ററെ നോക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എന്താ ചെയ്യേണ്ടെന്ന് വിശ്വ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാനിപ്പോ അതിലൊന്നും ഇടപെടാറില്ലെന്ന്. ഓ, നിനക്കറിയാവുന്ന കൂട്ടരാ? എങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മോളെ. അയ്യോ, ബിസിനസ്സിലാവുമ്പോ അതൊക്കെ വേണ്ടതാണല്ലോ അച്ഛാ. അവരെ ഹെൽപ്പ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പക്ഷേ അത് ബിസിനസ്സിലൂടെ തന്നെ ആകണമെന്നില്ലല്ലോ അച്ഛാ. സാരമില്ല മോളെ, സൈൻ ചെയ്ത് തന്നേക്കാം. നല്ല ആളുകളുടെ കൂടെ ബിസിനസ് ചെയ്യാൻ ഒന്നും നോക്കാൻ പാടില്ലെന്ന് അവരെ ഒന്ന് കാണാൻ പറ്റി നന്നായനെ. കറക്റ്റാ പറഞ്ഞത് സൂരി. അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നവര് നേരിട്ട് വരുന്നതല്ലേ നല്ലത്. ഇങ്ങനൊരു ഫയൽ അയച്ചു കഴിഞ്ഞാൽ അവരുടെ ഐഡിയാസ്, അവരുടെ ബിസിനസ് മോഡൽസ് ഒന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. തരക്കേടില്ലല്ലോ. അപ്പൊ ബുദ്ധിയുണ്ട്. നീ പറഞ്ഞതൊരു പോയിന്റാ. മേമേ അത് തന്നെയാ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ സൂരി. ബിസിനസ് വേറെ, ബന്ധം വേറെ അല്ലേ? അയ്യോ, ഞാനിപ്പോ ഇതിനെ കുറിച്ച് എന്ത് പറയാൻ അശോക്? അച്ഛൻ പറയുന്നത് തന്നെയാണ് ഫൈനൽ ഡിസിഷൻ. ഇതെന്റെ അഭിപ്രായം മാത്രമാ. നിങ്ങൾ വലിയവരാ തീരുമാനം എടുക്കേണ്ടത്. കറക്റ്റാടാ. ശരിയായ സമയത്ത് വന്ന് ശരിയായ കാര്യം പറഞ്ഞ്. പക്ഷേ ഇനിയിപ്പോ ഒപ്പിട്ടില്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ? അതുകൊണ്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്ക്. നീ എന്ത് പറഞ്ഞു മോളെ? നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ് അച്ഛാ. അല്ല, അപ്പോ എവിടെ അശോക്? വന്നോളൂ, ഗണേശനെ റെഡിയാക്കുക. ഗണേഷ് ഇതുവരെ റെഡി ആയി കഴിഞ്ഞില്ല. ഗണേശന്റെ അടുത്തേക്കാണോ ഇനി വേറെ എങ്ങോട്ടെങ്കിലും ആണോ പോയത്? ഇല്ല, നീ പോയിക്കോ, ഞാൻ വന്നോളാന്നാ പറഞ്ഞേ. അച്ഛൊരു ചായ എടുക്കട്ടെ? അശോക്, നിനക്കോ ചായയോ കാപ്പിയോ? വേണേ ചായ ഉണ്ടാക്കാം. സൂരി, ഈ ബിസിനസ് പ്രപ്പോസൽ ഞാനൊന്ന് നോക്കിക്കോട്ടെ. എടാ, നമ്മുടെ കമ്പനിയുടെ ബോസ് നീ അതൊക്കെ പറ സൂരി. എന്റെ പെർമിഷൻ വേണോടാ നിനക്ക്. താങ്ക് യു. അധികം മധുരമില്ലട്ടോ മോളെ.
ധ്യാനത്തെ ചലനമായി ശക്തിയായി ഉണർത്തുവാൻ അന്തരിന്ദ്രിയനാഭി പത്മത്തിനുള്ളിൽ പ്രാണസ്പന്ദനങ്ങൾ സ്വരൂപിച്ച വിശ്വരൂപങ്ങൾ തീർക്കാൻ അവയും ഞാനും തമ്മിൽ ഒന്നാകാൻ അശോക. ഞാൻ വന്ന് നിന്നെ സമാധാനിപ്പിക്കുന്നൊന്നും നീ കരുതണ്ട. ഞാൻ വരില്ല സിഹി. നീ തന്നെ കരഞ്ഞു തീർത്തിട്ട് വാ. എന്നെ ആരും ഇനി സമാധാനിപ്പിക്കാൻ വരണ്ട. അലറണ്ട. എവിടുന്നാണോ ഇത്ര ഒച്ചയെടുക്കാൻ പഠിച്ചത്? ഞാൻ തന്നെ പഠിച്ചതാ. ശരി, ആയിക്കോ. എത്ര വേണമെങ്കിലും കരഞ്ഞോ. എല്ലാം തീർത്തിട്ട് പുറത്തേക്ക് വാ. ഞാൻ വരില്ല. അപ്പൊ നീ ഉത്സവത്തിനൊന്നും വരുന്നില്ല? എല്ലാം എടുത്തോണ്ട് പോയില്ലേ? ഇനി ഞാൻ എന്താ ആഘോഷിക്കാനാ സീതമ്മ? ഹായ്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവള് വിളിച്ചിട്ടുണ്ടാവും അല്ലേ? ആരും വരാൻ പറഞ്ഞതല്ല, ഞാൻ തന്നെ വന്ന. അല്ല, താനെന്തിനാ നമ്മളോട് ചൂടാവുന്നത്? അതെന്താണെന്ന് അവളോട് തന്നെ ചോദിച്ചു നോക്ക്. ഹായ് ഫ്രണ്ട്. ഹായ്. സീതമ്മയോട് പുറത്തു പോകാൻ പറ. ഓ, കണ്ണു തുറന്നല്ലോ. ഞാൻ എവിടെയും പോവില്ല. നീ പറയാനുള്ളതൊക്കെ പറ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഏയ് സീത, പാവം ചെറിയ കുട്ടിയല്ലേ. നീ എങ്ങനെ ഇവിടെ എത്തിയത്? അവള് കരഞ്ഞ കാര്യം നീ എങ്ങനെയാ അറിഞ്ഞത്? എങ്ങനെയാണെന്ന് വെച്ചാ അവൻ എന്റെ ഫ്രണ്ടാ. കറക്റ്റ്. സിഹി, ഫ്രണ്ട് 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 ഫ്രണ്ട്. ഇനി കരയാൻ പാടില്ല. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ മേടിച്ചു തരാം. റാം, ദിസ് ഇസ് നോട്ട് ഫെയർ. അവൾക്ക് വെറുതെ പ്രോമിസ് കൊടുക്കല്ലേ. ഞാൻ കൈ കൂപ്പി പറയാ. നീ കരഞ്ഞ എനിക്കും കരച്ചിൽ വരും. കരയരുത്, ഓക്കെ? ഇപ്പോഴല്ലേ എന്നെ ആരും സമാധാനിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞത്? ഇനി പറയെന്താ പറ്റിയേ? മാമൻ എന്റെ പൈസ ഒക്കെ എടുത്തോണ്ട് പോയി. ഞങ്ങൾ നേരം വെളുത്തപ്പം മുതലുണ്ടാക്കിയ പൈസയാ. ഇനി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എല്ലാരും എന്നെ ചീറ്റ് ചെയ്യാ ഫ്രണ്ട്. ശരി, നീ കരയണ്ട. ഗണപതിയെ ഞാൻ തന്നേക്കാം, ഓക്കെ? ചുമ്മാതിരിക്കുറാം. കുറച്ച് കഴിയുമ്പോ അവള് തന്നെ ഓക്കെ ആയിക്കോളും. ചെറിയ കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടു കഴിഞ്ഞാ എങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് പറ. ചെറിയ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്ക്. അല്ലാതെ ഇങ്ങനെ പ്രോമിസ് കൊടുത്തോണ്ടിരിക്കല്ലേ. ശരി ശരി, എങ്കിലേ നമുക്ക് ഒരു തവണയും കൂടി പിരിവെടുത്ത് ഗണപതിയെ വാങ്ങിയാലോ? ആ, ഇനി ഒരു വട്ടം കൂടെ കളക്ഷന് പോയാൽ എല്ലാരും നമ്മളെ ചീത്ത പറയും. ഓ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ല, നീ നേരത്തെ നിന്നത് ഗണേശ മാർക്കറ്റിലല്ലേ? ആ ഗണേശന് എത്രയാ? സിഹി, അടങ്ങിയിരിക്കെ. ഇറ്റ്സ് ഓക്കെ. അവൾക്ക് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ അവള് പറയട്ടെ. ഫ്രണ്ട്, നീ ഗണേശ കളക്ഷന് പൈസ തന്നിട്ട് നീ നേരെ പോയിട്ട് ആ ഗണേശനെ എനിക്ക് വാങ്ങിത്തരുമോ? നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ വലിയ മിസ്റ്റേക്കാ. ദേഷ്യം വരുന്നുണ്ട് മോളെ എനിക്ക്. റാം, അതൊന്നും പറ്റില്ല എന്ന് പറ. നീ ഇങ്ങോട്ട് വന്നേ. ഇറ്റ്സ് ഓക്കെ. അവള് വേറൊന്നും ചോദിച്ചില്ലല്ലോ. ഒരു ഗണപതി വേണമെന്നല്ലേ പറഞ്ഞേ. നിനക്കിപ്പോ ഒരു ഗണപതി കിട്ടിയാ പോരെ? മതി. ഗണപതിക്ക് വേണ്ടി കളക്ട് ചെയ്ത പൈസ ആര് കൊണ്ടുപോയാലും ഇപ്പൊ എന്താ? അടിപൊളി ഒരു ഗണപതി ഞാൻ തന്നെ നിനക്ക് വാങ്ങിത്തരാം, ഓക്കെ അല്ലേ? ഗണപതിയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. അതുപോലെ തന്നെ നിന്നെ ഹെലികോപ്റ്റർ കയറ്റുന്ന കാര്യവും ഞാൻ ഏറ്റു. നാളെ നീ പറഞ്ഞ ഗണപതി ഇവിടെ ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. യാ, ഹൈ ഫൈ. അവള് കുറച്ചേരം അവിടെ കിടക്കട്ടെ. നീ അവളെ ഹെൽപ്പ് ചെയ്യാണെന്നാണോ നീ കരുതിയേക്കുന്നേ? നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ വലിയ മിസ്റ്റേക്കാ. ഐ എം സോറി റാം. ഇതൊന്നും അലോ ചെയ്യാൻ എനിക്ക് ആവില്ല. ഇത്ര നേരം നീ അവിടെ സംസാരിച്ചതൊക്കെ അവളെ സമാധാനിപ്പിക്കാനാണെന്നാ ഞാൻ കരുതിയേ. ഇതൊക്കെ ഇവിടെ നിർത്തിയേക്ക്. ഇങ്ങനത്തെ പ്രോമിസ് ഒന്നും കൊടുക്കണ്ട. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ? താൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ചിലത് പറയാനുണ്ട്. അന്ന് താൻ എന്താ പറഞ്ഞത്? സിഹി അത്ര എളുപ്പത്തിൽ ആരോടും അറ്റാച്ച്ഡ് ആവില്ലെന്ന്. ഞാനും അതെ. അവളുടെ ഈ പ്രായത്തിൽ ഞാൻ ആരോടെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിൽ എനിക്ക് എന്റേതായ സ്വാർത്ഥതയുണ്ട്. അത് താനൊന്ന് മനസ്സിലാക്കുക പ്ലീസ്. എന്റേതെന്ന് പറയാൻ എനിക്കിവിടെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ.
അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ സിഹിയാണ്. ദയവ് ചെയ്ത് എന്നെ സിഹിയും തമ്മിൽ അകറ്റരുത്. അവൾ എന്ത് തന്നെ ചോദിച്ചാലും ഞാനത് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് അവൾ എന്റെ കൂടെയുള്ളപ്പോൾ മാത്രമാണ്. അത് ക്യാഷ് കൊടുത്ത് വാങ്ങാനൊന്നും കഴിയില്ല. അല്ല, ഇതൊക്കെ ഇപ്പൊ എന്തിനാ? അവള് ചെറിയ കുട്ടിയാണ്, അവൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് പറയാം. ഫൈൻ, അവൾക്ക് അറിവാകുന്നവരെ ഇങ്ങനെയൊക്കെയാണ്. അവൾക്ക് തിരിച്ചറിവാകുമ്പോ എന്ത് ചോദിക്കണം എന്നൊക്കെ അവള് തന്നെ തീരുമാനിച്ചോളും. താനിപ്പോ കൈകൂപ്പി ചോദിച്ചില്ലേ, അതുപോലെ തന്നെ ഞാനും കൈകൂപ്പി തന്നെ പറയാ, ദയവ് ചെയ്ത് എന്നെ സിഹിയും തമ്മിൽ അകറ്റരുത് പ്ലീസ്. ബൈ.